എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞാൻ വീഡിയോ ആയിട്ട് ലാലേട്ടൻ്റെ രാവണപ്രഭു എന്ന ചിത്രത്തിൻ്റെ പടം എല്ലാവരും കണ്ടോ? എന്തോ കണ്ടോ എന്ന് ചോദിക്കാനല്ലേ. എത്ര നാൾ മുമ്പ് 2001 നമ്മൾ കണ്ട് ആ പടത്തിൻ്റെ വിവരങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ രണ്ടാമത് ഇപ്പം കാണുമ്പോഴുണ്ടല്ലോ, അന്ന് കണ്ട പല കാര്യങ്ങളും വീണ്ടും വീണ്ടും അന്ന് വളരെ മാസമാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളെക്കാളുള്ള മാസം നമുക്കിപ്പം കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു വല്ലാത്ത ചിത്രം തന്നെ അല്ലേ. സംഭാഷണങ്ങളൊന്നും തിയേറ്ററിൻ്റെ ബഹളത്തിനിടയിൽ കേൾക്കാൻ പറ്റിയില്ലെങ്കിലും ലാലേട്ടൻ്റെ ആ വരവൊക്കെ എൻ്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ. ശബ്ദമൊക്കെ അങ്ങ് പോയി, തൊണ്ടയൊക്കെ വരണ്ട് ഒരു വല്ലാത്ത അവസ്ഥ. അതിലുള്ള തിയേറ്ററിൽ നമ്മൾ സിനിമ കാണുന്നത് എന്ന് പറയുന്നത് ഈ ഓളത്തിനോടൊപ്പം ഒന്ന് സഞ്ചരിക്കുക, ആരാധകരുടെ ബഹളം. ഞാൻ ഈ തിയേറ്ററിൽ പോയി ലാലേട്ടൻ്റെ ചിത്രങ്ങൾ കാണുമ്പം നമ്മളൊക്കെ ചെറിയ ആരാധകരാണെന്ന് തോന്നുന്നു. അതുക്കും മേലെ നിൽക്കുന്ന ആരാധകരുണ്ട്. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ലീവനായുള്ള ആരാധകരെ നമ്മൾ തിയേറ്ററിൽ നിറഞ്ഞു കണ്ടു. അത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ, നമ്മളെന്താ പറയുന്നത്, ഈ പ്രായ വ്യത്യാസമില്ലാതെ ആർത്തിരമ്പുന്ന ജനക്കൂട്ടത്തെ കണ്ടു. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ 2001 ഇറങ്ങിയ രാവണപ്രഭു വീണ്ടും റിലീഫ് ചെയ്തപ്പം ഞെട്ടിപ്പിക്കുന്ന ഫെയിൽ കളക്ഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാ തിയേറ്ററും നിറഞ്ഞു കവിയുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ നിറഞ്ഞു കവിയുന്നു എന്ന് പറയുമ്പം ഇതിൻ്റെ താഴെ കമൻറ്റുമായിട്ട് ചില ആൾക്കാരെത്തും. ആൾക്കാരെ അറിയാമല്ലോ, എവിടെ തിയേറ്ററിലൊന്നും ആളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അവരെയൊക്കെ ഒരു വശത്തോട്ട് മാറി അവർ നല്ല വെള്ളത്തിൽ പോയി ഒന്ന് തല നനച്ച് കുളിക്കാൻ പറയുക. അതിനുശേഷം അവർ പറഞ്ഞു. ഇന്നലെ ഫ്രീ ഫെയിലിൻ്റെ കണക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇന്നലെ രാത്രിയിലത്തെ നമുക്ക് കിട്ടിയിട്ടില്ല. എന്നാലും 35 ലക്ഷം രൂപയോളം ഫ്രീ ഫെയിലിനകത്ത് ഇന്നലെ തന്നെ ബുക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അല്പം മുമ്പ് ബുക്ക് മൈ ഷോയിലെ ട്രെൻഡിങ് നോക്കിയപ്പം ഒറ്റ ചിത്രം മാത്രമേ ഉള്ളൂ 1 മണിക്കൂർ ട്രെൻഡിങ്ങിൽ ഇപ്പോഴും നിൽക്കുന്നത്. അത് രാവണപ്രഭുവാണ്. 1650ഓളം ടിക്കറ്റ് മണിക്കൂർ വിറ്റ് മാറുന്നുണ്ട്. ഒരു മണിക്കൂറിൽ 1650ഓളം ടിക്കറ്റ് വിറ്റ് മാറുന്ന ചിത്രം ഏകദേശം 24 മണിക്കൂർ കൊണ്ട് ഏകദേശം 20,000 ടിക്കറ്റോളം വിറ്റ് മാറുന്നു എന്നുള്ളതാണ് കണക്ക്. അങ്ങനെ ട്രെൻഡിങ്ങിൽ ഇപ്പോഴത്തെ മലയാള സിനിമയിലെ ട്രെൻഡിങ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന രാവണപ്രഭുവാണ്. അതും ഏകദേശം 24 കൊല്ലം മുമ്പ് ഇറങ്ങിയ ചിത്രം. അപ്പം ലാലേട്ടൻ ചിത്രങ്ങൾ എന്ന് പറയുന്നത് വർഷങ്ങളുടെ പഴക്കമൊന്നൊരു വിഷയമല്ല. ഏത് സമയത്തും കാണാൻ ആളുണ്ട്. അങ്ങോട്ട് ഇറക്കി അങ്ങ് വിട്ടാൽ മതി അല്ലേ. മംഗലശ്ശേരി നീലകണ്ഠനും മംഗലശ്ശേരി കാർത്തികനും ഒക്കെ നിറഞ്ഞാടിയപ്പോൾ തിയേറ്റർ ഉത്സവപ്പറമ്പായി മാറി. ഞാൻ പറഞ്ഞില്ലയോ, ഈ പടം കാണാൻ വേണ്ടി, പടത്തിൻ്റെ സംഭാഷണമൊന്നും കാണാൻ വേണ്ടി നമ്മൾ തിയേറ്ററിൽ പോയിട്ട് കാര്യമില്ല. ഓരോ സംഭാഷണം വരുമ്പോഴും അത് നമുക്ക് ഈ സ്ക്രീന് വരുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ വിളിച്ചു പോവുക. അതല്ലേ പാട്ട് വരുന്നതിന് മുമ്പ് സ്ക്രീനിൻ്റെ ചുറ്റും കിടന്ന് ആറാടുകയാണ്. ഒരു വല്ലാത്ത അവസ്ഥ, ഒരു വല്ലാത്ത വൈബ്. ഞാൻ പറഞ്ഞില്ല, ചോട്ടാ മുംബൈ സമയത്ത് നമ്മളിത് കണ്ടതാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ പഴയ മാഫ് ചിത്രങ്ങളെല്ലാം തിയേറ്ററിൽ വന്നു കഴിയുമ്പോൾ ആൾക്കാർ വരിക, എന്നിട്ട് അങ്ങ് ആഘോഷിക്കുക. ഇത് ലാലേട്ടൻ ചിത്രങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. പല പ്രമുഖരുടെയും പല ക്ലാസ് ചിത്രങ്ങളൊക്കെ ഇറങ്ങിയത് തിയേറ്ററിൽ 8 നിലയിൽ പൊട്ടുന്നത് നമ്മൾ കണ്ടു എന്ന് എനിക്ക് തോന്നുന്നു. ഇനി നമ്മൾ നോക്കേണ്ടത് എന്ന് പറയുന്നത് ആദ്യ ദിന കളക്ഷൻ. റിലീഫ് ചിത്രങ്ങളുടെ ആദ്യ ദിന കളക്ഷൻ 70 ലക്ഷം രൂപയോളം നേടിയ ചോട്ടാ മുംബൈയും അതുപോലെ പടിയും ഒക്കെ ഉണ്ട്. അതിൻ്റെ കളക്ഷൻ തകർക്കുമോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കി കാണേണ്ടത്. എനിക്ക് തോന്നുന്നു തകർക്കാനുള്ള സാധ്യത ഏകദേശം 1 കോടി രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ ഇന്ന് നേടാനുള്ള സാധ്യത എല്ലാ തിയേറ്റർ കളക്ഷൻ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ കൃത്യമായിട്ട് കണക്ക് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ അറിയാത്തത്. തിരുവനന്തപുരത്തായാലും കൊച്ചിയിലായാലും എല്ലാ തിയേറ്റർ ഹൗസ്ഫുള്ളായിട്ട് ഓടുന്നതാണ് നമ്മൾ അറിയുന്നത്. അതുപോലെ തന്നെ കേരളത്തിലല്ലാതെ പല സ്ഥലങ്ങളിൽ റിലീഫ് ചെയ്യുന്നുണ്ട്. അത് ഈ ലാലേട്ടൻ സിനിമകളുടെ ഒരു പ്രത്യേകത. ഇപ്പോൾ പഴയ ചിത്രങ്ങളായാലും പുതിയ ചിത്രങ്ങളായാലും റിലീഫ് ചെയ്യുമ്പം ലോകം ഒട്ടാകെ റിലീഫ് ചെയ്യുക എന്നുള്ളത്. അത് പ്രകാരം ഇന്ന് ബാംഗ്ലൂരിലും ഈ ചിത്രം റിലീഫ് ചെയ്യുന്നുണ്ട്. ഏകദേശം 11ഓളം തിയേറ്ററിലാണ് ഇത് റിലീഫ് ചെയ്യുന്നത്. അതുപോലെ ഗോവയും ഹൈദരാബാദും ഇത് റിലീഫ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ പല ഭാഗത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ റിലീഫിങ്ങിനുള്ള
സാധ്യത കാണുന്നുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കാം. ഇതൊരു വമ്പൻ ഹിറ്റിലേക്ക് നീങ്ങും എന്ന് ഏകദേശം ഉറപ്പാക്കി. അങ്ങനെ ലാലേട്ടൻ്റെ ഒരു മാജിക് തന്നെ വീണ്ടും ഉണ്ടാകുന്നു. ഇതൊക്കെ കാണുമ്പോൾ കുരുകൊട്ടുന്നവർക്ക് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവർ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റ് ഇട്ട് തകർത്തോളൂ. കാരണം അല്പമെങ്കിലും ആശ്വാസം അങ്ങനെങ്കിലും കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ. നമ്മളായിട്ട് അതൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ പറയുന്നതിനും കൂടെ കേൾക്കാനുള്ള ഒരു മനസ്സും കൂടെ വേണം അല്ലേ. ഏതായാലും പുതിയ വിശേഷങ്ങളുമൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. നിങ്ങളെ വീടിനടുത്തുള്ള തിയേറ്ററിൽ ഈ ചിത്രം റിലീഫായെങ്കിൽ നിശ്ചയമായും പോയി കാണുമല്ലോ. അപ്പോൾ വീണ്ടും ഞാനൊന്ന് തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് വീണ്ടും പോയി കാണണമെന്ന് വിചാരിച്ചിരിക്കുക. ഈ ആൾബഹളത്തിൻ്റെ ഇടയിലും ആഘോഷത്തിൻ്റെ ഇടയിലൊന്നും സംഭാഷണങ്ങളൊന്നും നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാനോ ഒന്നും പറ്റിയില്ല. വല്ലാത്ത ചിത്രമാണ്. ഒരു ലാലേട്ടൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് തൃപ്തിയായി. അപ്പോൾ 2 ലാലേട്ടൻ ഒരേ സമയം സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും അല്ലേ. നമ്മൾ 24 കൊല്ലം മുമ്പ് അനുഭവിച്ചു. ഇപ്പോഴും അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആടും. ഒരു രക്ഷയില്ല. കാരണം നമ്മൾ ഈ രാവണപ്രഭുവും പടികവും അതുപോലെ മണിച്ചിത്രത്താഴൊക്കെ എത്ര പ്രാവശ്യം കണ്ടു എന്നൊന്നും ഒരു പിടിയില്ല. ടി വിയിലപ്പം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും കാണും. എനിക്ക് തോന്നുന്നു 100, 10, 200 പ്രാവശ്യമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ചിത്രങ്ങളാണ്. എത്ര കണ്ടാലും മടുക്കത്തില്ല. പക്ഷെ തിയേറ്ററിൽ പോയി കാണുമ്പോഴുണ്ടല്ലോ ഒരു വല്ലാത്ത എക്സ്പീരിയൻസാണ്. അതുപോലെ തന്നെ രാവണപ്രഭു തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.